ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. ഞാൻ എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ മാർക്കോടെ എൻ്റെ മാർക്കുമായിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി, മലയാളത്തിൽ റിലീസായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ്. സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചത് എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവുന്നു, ഈ സിനിമ നിങ്ങളെല്ലാവരും കാണുന്നതൊക്കെ சொல்ல முடியாது. பிகாஸ் എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യാരും എനിക്കാக அப்படி പണ്ടതില്ല ഇതുവരെയ്ക്കും. നിങ്ങൾ ഇത് പണ്ട് നിങ്ങളത് ചെയ്ത് അപ്പോൾ അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായ ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്നത് இந்த படம் வந்து பெரிய ഹിറ്റാകണം. അത് എന്താണെന്ന് വെച്ചാൽ യു ആർ ജെന്യുവൻലി എ വെരി ഗുഡ് ഗൈ ആൻഡ് യു ഡിസർവ് ഓൾ ദി സക്സസ്. இந்த கதை உங்களோட லைஃப் ஸ்டோரி, லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் உள்ள பிரச்சனை வராது சார். உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து யூ ஃபேஸ்ட் அ லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹவ் பிகம் வெரி சக்ஸஸ்ஃபுல். எனக்கு சில விஷயங்கள் பர்சனல் விஷயங்கள் எனக்கு தெரியும். அது கேட்டு ஐ பீன் வெரி இன்ஸ்பயர்ட். ஸோ உங்களோட சக்ஸஸ் நான் எதிர்பார்க்குறேன் அண்ட் விஷ் ஆல் தி வெரி பெஸ்ட். ஓகே, தேங்க்யூ. Thank you നിഷേട്ടാ. But can you just share how was that process? ഇപ്പോൾ ഒരു ഇമോഷണൽ സീൻ പറഞ്ഞതിന് ശേഷം. എല്ലാവർക്കും നമസ്കാരം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും, പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം ഇതൊരു ജോയിന്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ചെറിയ കുശുമ്പ്, സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോടൊരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. ഐശ്വര്യയുടെ മൂവി ചെയ്യുന്ന സമയത്ത് വാട്ട് മെയ്ഡ് യു, ഇപ്പം ആഫ്റ്റർ ഗട്ട കുസ്തി ആൻഡ് പൊന്നിയിൻ സെൽവൻ യു ഹാഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെന്റ് അക്രോസ് ദ ബോർഡേഴ്സ് ആൻഡ് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. സോ വാട്ട് മെയ്ഡ് യു ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു ലൈക്ക്. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നിയ ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടകുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്ത് പോയി. കാരണം 3 പേര് മാത്രമുള്ളപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ
ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. അപ്പൊ എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നി ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്ട് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാർക്ക് എപ്പോഴും പറയും, ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റില്. സൈലൻസ് ഫ്രണ്ടിൽ നിന്ന് ആളുമാര് ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ളൊരു. സോ ഒരു ട്രെയിലർ കിട്ടിയ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമുക്ക് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JT സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്ത് ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻകുട്ടിയാണ് ഭയങ്കര. സാറിന്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിന്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല. சொல்லான்னு இருந்தேன். இல்லை உன்னி சாருக்கு ஃபஸ்ட்டு இந்த நேரத்தில் ரொம்ப ரொம்ப நன்றி, ரொம்ப ரொம்ப தேங்க்ஸ். ஏன்னா கருடன் மூவி வெற்றிமாறன் மூவி ஃபஸ்ட் விடுதலை, செகண்ட் மை மூவி கருடன். ஓகே, அப்போ கருடனுக்கு அந்த மெயின் ரோல் ஒரு வில்லன் ரோல் யார் அப்படின்னு எல்லாம் ரொம்ப ட்ரை பண்ணிட்டே இருந்தோம். ஸோ அப்போ ப்ரொடியூசர் சொன்னாங்க, டேரக்டர் டிஸ்கஸ் பண்ணிட்டு இந்த மாதிரி உன்னி சார் சொன்னாங்க, இந்த மாதிரி ஆக்டர் உன்னி சார் அவருடைய ஃபோட்டோ காட்டினாங்க. ஒன்று சார் இவர் ஐயப்பன் ஹீரோ. ஆமாம் சார், அவருக்கு வில்ல உங்களுக்கு ஓவரத்தை டூ மச் இதெல்லாம் எப்படி இது அவர் வந்து வில்லனாக இருப்பார்? இல்லை நான் ஸ்டோரி சொன்னேன், அவர் ஸ்டோரி கேட்டுட்டு நான் ஸ்டோரி கேட்குறேன், பிடிச்சிருந்தா நான் ஓகே சொல்லியிருக்காரு. பாப்பா வேண்டவே வேண்டாம், எனக்கு ஒரு மாதிரியா இருக்கும். அவருக்கு நல்ல ஹேண்ட்ஸமாக மேனேஜாக இருக்காரு. நான் போயிட்டு பக்கத்தில் போயிட்டு எப்படி இது டூ மச் வேணும், இல்லை ஸ்டோரி கேட்குன்னு சொல்லிட்டு அமெரிக்காவில் இருக்காரு அப்படின்னு சொன்னாங்க. அப்போ நான் பிரதர் வந்து ஸ்டோரி கேட்டாங்க, ஸ்டோரி கேட்டு பிடிச்சி போய் ஓகே அப்படின்ட்டாங்க. நான் டேரக்டர்கிட்ட கேட்டு ஓகேவா சொன்னீங்களா, நான் தான் ஹீரோன்னு சொன்னீங்களா அப்படின்னு எல்லாம் கிட்ட ஓகேன்ட்டாரு. ஐயோ எனக்கு அந்த ஒரு பயம் இருந்துக்கிட்டே இருந்துச்சு. ஏன்னா நான் அந்த மூவியை பார்த்துருக்கேன், அப்படி ஒரு கலெக்ஷன் அந்த மூவி, அப்படி ஒரு அழகான ஹீரோ. எப்படி இவர் அப்படி யோசிச்சுட்டு ஸ்பாட்டுக்கு வந்தார். அந்த ஃபர்ஸ்ட் நாள் வந்ததுலேருந்து எந்த ஷூட்டிங் முடிகிற வரைக்கும் நான் மலையாள ஃபீல்டு ரொம்ப பிடிக்கும், ரொம்ப ரொம்ப பிடிக்கும். இன்னும் கூட எனக்கு ஆசையாக இருந்துச்சு அவங்க முன்னாடி நான் வேட்டிட்டு வரேன்னு. எல்லா ஆக்டர்ஸும் ரொம்ப நான் ஃபாலோ பண்ணுவேன், எனக்கு ரொம்ப பிடிக்கும். அப்படி இருக்கிறப்ப எனக்கு கரெக்டாக வந்து எனக்கு அவரே வந்து எனக்கு இந்த படத்தில் நடித்தது எனக்கு ரொம்ப ரொம்ப சந்தோஷம், நன்றி. இப்போ இங்கே வர்றப்ப பிரதரை கேட்டேன், பிரதர் எனக்கு என் லைஃப்பில் நிறைய அவர்கிட்ட ஷேர் பண்ணியிருக்கேன். பிரதர் இந்த மாதிரி இங்கே வர்றோம், நாங்கள் எங்கள் கூட இருந்த சப்போர்ட்டாக இருக்குது, எனக்கு சரியாக இருக்குது, மலையாளம் தெரியும், என்னைக்கு தேட்டர் நான் ஓகே நான் வரேன், நான் வந்துடுறேன் ஓகே.